നമസ്കാരം. 2 weeks, one vision, no excuses. Some stories don't wait, they create their moment. 2 ആഴ്ച കൊണ്ട് ഒരു ദർശനം, കാരണങ്ങളൊന്നുമില്ലാതെ. ചില കഥകൾ കാത്തിരിക്കാറില്ല, അവ അവരുടേതായ ചരിത്രം സൃഷ്ടിക്കും. അതിന് കാരണക്കാർ ആരെങ്കിലും ആയിരിക്കാം. ഞാനിത് പറയാൻ കാരണം, എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത് സൈക്കോളജിക്കൽ വീഡിയോസാണ് രാവിലെ ഉള്ളത്. അതിന് പകരം ഇത് ചെയ്യാനുള്ള കാരണം, ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ പറയും ഇതൊരു മോട്ടിവേഷനാണോ സൈക്കോളജിക്കൽ ഇതാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്നിത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ സംവിധാനം ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ മലയാള ചലച്ചിത്രമായ ഓർമ്മകളുടെ തീരത്ത് എന്നതിൻ്റെ ഏകദേശം ചിത്രീകരണവും അതിൻ്റെ ബാക്കി സ്റ്റുഡിയോ വർക്കും എല്ലാം പൂർത്തിയായി. അതിൻ്റെ സെൻസറിങ് കൊടുക്കാനായി സെൻസർ ബോർഡിനെ സമീപിക്കുകയും അവിടെ പുതിയതായി കുറേ നിയമങ്ങൾ വരികയും അതിന് കുറച്ച് സാമ്പത്തികമായ ബാധ്യതകളിലേക്ക് പോകേണ്ടി വരും എന്ന് വന്നപ്പോൾ തീർച്ചയായും പെട്ടെന്നൊരു ശൂന്യത ഇത് വന്നു. കാര്യം അതിലേക്ക് പോകുമ്പോൾ കൂടുതൽ സമയമാകുന്നു. കാരണം കുറേ കൂടെ വർക്കുകൾ, കാര്യം ഇപ്പോൾ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, പിന്നീട് പറയാം. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം വേണമെന്നും, അപ്പോൾ എങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് തൽക്കാലം അത് OTT-യിലേക്ക് റിലീസ് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിനും അതിനൊക്കെ വിടുമ്പോൾ സെൻസർ ചെയ്താൽ പോരെ എന്നൊരു ചിന്തയിലേക്ക് വരികയും അപ്പോൾ ഒരു ശൂന്യത വരികയും ഈ ശൂന്യതയിൽ പലപ്പോഴും നാം ഒന്ന് സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കഥ, അത് ഞാൻ എൻ്റെ ക്യാമറാമാൻ മിസ്റ്റർ മിഥുൻ മുരളിയുമായി പങ്കുവെക്കുകയും അദ്ദേഹവും ഞാനും കൂടെ സംസാരിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുകയും ഒരു ദിവസം കൊണ്ട് തിരക്കഥ പൂർത്തീകരിക്കുകയും ഒരു ദിവസം കൊണ്ട് ഗാനരചന ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ചു. അതേ ദിവസം തന്നെ അതിൻ്റെ സംഗീതം നിർവഹിക്കുവാൻ മിഥുന് പറ്റി. അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമം അത് ഒരു പുതിയ ഷോർട്ട് ഫിലിമിലേക്ക് ഞങ്ങളെ തിരിച്ചുവിട്ടു. പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസം തന്നെ പുതിയ കുറേ ആർട്ടിസ്റ്റുകൾ കടന്നു വരികയുണ്ടായി. അവരെയൊക്കെ അതിലേക്ക് ആദ്യമായി അഭിനയിക്കുന്ന കുറേ നല്ല കഥാപാത്രങ്ങൾ, നല്ല വ്യക്തികൾ, അവരെ അതിലേക്ക് ലഭിക്കുകയുണ്ടായി. ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. മെയ് 8-ന് അത് പുറത്തിറങ്ങുകയാണ്. ഞങ്ങളുടെ 2 ആഴ്ച കൊണ്ടുള്ള ആ സ്വപ്നം പുറത്തേക്ക് വരുവാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന വേണം. 3+DP 1 അൺഎക്സ്പെക്റ്റഡ് ഡേ, ഓർമ്മകളുടെ തീരത്തിന് മുമ്പ് ഗ്രീൻ ലയൺസ് ഗ്ലോബൽ എൻ്റർടൈൻമെൻറ്റ്സ് ഞാൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്ന ഷോർട്ട് ഫിലിമാണ്. തീർച്ചയായും നിങ്ങളുടെ സഹകരണം വേണം. ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും നമ്മൾ സ്റ്റക്കായിരിക്കുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷ കടന്നു വരികയും അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തുകയും അതിനൊരു കൂട്ടായ്മ, കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ, വളരെ ചെറിയ ആളുകൾ, കുറച്ച് നമ്പറുകൾ കൂടുതലില്ലെങ്കിലും അവരുടെ ആ സ്നേഹം, അവരുടെ ആ കൂട്ടായ്മ ഒരു ചെറിയ ചിത്രത്തിലേക്ക് വഴിമാറുകയും ആ ചിത്രം നാളെ വിജയമായിക്കോട്ടെ പരാജയമായിക്കോട്ടെ, തീർച്ചയായും വിജയിക്കുവാൻ നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് വിജയിക്കും. എന്തായാലും അതിന് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് ഒരു ദൈവിക കൃപയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ സ്റ്റക്കാകാതെ നമ്മൾ പുതിയ വേറൊരു മേഖല അല്ലെങ്കിൽ പുതിയ ഒരു ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് പുതിയൊരു ഊർജ്ജം ലഭിക്കുകയും അത് നമ്മളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായും 3+DP 1 അൺഎക്സ്പെക്റ്റഡ് ഡേ എന്ന ഈ ഷോർട്ട് ഫിലിം ഞങ്ങൾക്കൊരു പുതിയ ഊർജ്ജം തന്നതാണ്. അത് വിജയിക്കാൻ നിങ്ങളുടെ സഹകരണം വേണം, നിങ്ങളുടെ പ്രാർത്ഥന വേണം. മെയ് 8-ന് അത് യൂട്യൂബിൽ ഡോക്ടർ ഡഗ്ലസ് കെ എന്ന ചാനലിലൂടെ വരികയാണ്. തീർച്ചയായും ഞാൻ സാധാരണ എൻ്റെ ചാനലിനെ കുറിച്ച് അധികം പറയാറില്ല. ഡോക്ടർ ഡഗ്ലസ് കെ എന്ന പേരിലാണ് എൻ്റെ ചാനൽ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും അത് ഷെയർ ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ധൈര്യമാണ്, ഒരു ശക്തിയാണ്. എന്നാൽ കഴിയുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താം, എന്നെ വഴക്ക് പറയാം, എന്നെ അനുഗ്രഹിക്കാം, എന്ത് നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഞാൻ വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ദൈവകൃപ കൊണ്ട് മാത്രം എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹം വേണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.